ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സച്ചു വ്ലോഗ്. ഞാൻ നിങ്ങളുടെ മാത്രം സച്ചു ആണ് സംസാരിക്കുന്നത്. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊന്നുമല്ല, ഇച്ചിരി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൂക്കളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ ഗൈസ്, അന്നേരം നമ്മൾ എന്തുവായിരുന്നു പറഞ്ഞു തന്നെ? നമ്മൾ ഇതാണ്ട് ഈ സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നു 10 മണിയെന്ന്, നിങ്ങളുടെ നാട്ടിൽ ഉള്ളത് മണിയെന്നും പറയും. ഇത് കണ്ടോ, ഈ പൂ കണ്ടോ ഗൈസ്? ഇത് 10 മണി തന്നെയാണ്. പക്ഷെ ഇത് പൂ വിരിയുമ്പോൾ തട്ടായിട്ടുള്ള പൂവായിരിക്കും വിരിയുന്നത്. ഇപ്പോൾ പൊതുവെ ഈ ഗേൾസിനല്ല ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പൂവാണ്. ഹലോ ഗൈസ്, ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇതിന്റെ ഡിസൈൻ എല്ലാം കണ്ടോ? ഇത് ഞാനും എന്റെ ചേച്ചിയും കൂടെ ചെയ്ത വർക്കാണ്. ഹലോ ഗൈസ്, ഇത് ഞാൻ പറഞ്ഞല്ലേ, ചേട്ടന്റെ വീട്ടിൽ ഞാനും എന്റെ ചേച്ചിയും എല്ലാം കൂടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് ഈ പൂക്കൾ. പക്ഷെ സോറി ഗൈസ്, ഇത് ഈ വൈകിട്ടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിപ്പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കണ്ടോ ഗൈസ്, നമുക്കിപ്പം ഞാൻ മുമ്പേ കാണിച്ച ചെടിയില്ലേ, അത് നമുക്ക് എങ്ങനെ പരാഗണമാക്കുന്നതെന്ന് നോക്കാം. അത് ഞാൻ പരാഗണമാക്കിയത് ഇത് രണ്ടും കൂടെ ആണ് പരാഗണമാക്കിയത്, മഞ്ഞയും ഓറഞ്ചും. അന്നേരം നമ്മൾ ഈ 2 പൂമ്പൊടി കണ്ടോ, ഇത് നമ്മൾ ഈ 2 എണ്ണം കൂടെ പരാഗണമാക്കണം. ഇങ്ങനെ പരാഗണമാക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ പൂമ്പൊടി ഇതിലോട്ടുമായി ഒരു 2-3 ദിവസം എല്ലാം കഴിയും. ഇത് വാടിക്കഴിഞ്ഞ് പിന്നെ പൂ ഉണ്ടാകുമ്പോൾ ചിലവരുടെ സക്സസ് ആവും, ചിലവരുടെ ആവത്തില്ല. ഹലോ ഗൈസ്, ഇതിന് നമുക്ക് ഒരു കൂട്ടായിട്ട് ഞാനും എൻ്റെ ചേച്ചിയും പറഞ്ഞ പോലെ ഏതാണ്ട് ഈ ബോൾസ് നട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൂ കണ്ടോ ഗൈസ്? ഇതുണ്ടോ, എന്താ കളറ്? നല്ല ചുമല കളറാണ് ഗൈസ്. അതുപോലെ 2 എണ്ണം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് ഈ ബോളിസ്യം ഇതുവരെ പൂ പിടിച്ചില്ലായിരുന്നു, ഇന്നാണ് ഈ പൂ പിടിച്ചത്. ഹലോ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്? ഈ ചെടി നമ്മൾ വെയിലത്ത് വെച്ചാലേ നല്ലതായിട്ട് കിളിക്കത്തുള്ളൂ. ഇതിൻ്റെ പൂവും നല്ലതായിട്ട് വളരത്തതുമുള്ളൂ, ഈ പൂവ് വലിയതായിട്ട് വിരിയത്തതുമുള്ളൂ. ഇത് പക്ഷേ നമുക്ക് കുറേ വെള്ളമൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു, അന്നേരം ഈ തണ്ട് ഈ വെള്ളം സ്റ്റോർ ചെയ്യും. അതിന് വിശക്കുമ്പോഴെല്ലാം ഇതെടുത്ത് കഴിക്കും. അങ്ങനെയാണ് ഈ പൂക്കളെല്ലാം വളരുന്നത്. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കണ്ടോ, ഈ മണ്ണെല്ലാം ഈ ഉണങ്ങിയിരിക്കുക. ഞാനാണ് ഇവിടെ വെള്ളമെല്ലാം ഒഴിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഇന്ന് ഒഴിക്കുകയാണെങ്കിൽ മറ്റന്നാൾ ഒഴിക്കണം, നാളെ ഒഴിക്കണ്ട. അങ്ങനെയാണ് ഈ 10 മണി. ഹലോ ഗൈസ്, ഇത് വളരണമെങ്കിൽ എന്തോ വേണം? വളം വേണം. വളം ഏതെല്ലാമാണ്? ചകിരിച്ചോറ് വേണം, ചാണകപ്പൊടി വേണം, നമ്മളിപ്പം ഈ തേയിലക്കൊത്ത് വേണം. ഇപ്പോൾ നമ്മൾ ഈ ഉച്ചക്കെല്ലാം നമുക്ക് കൂട്ടാനില്ലെങ്കിൽ നമ്മൾ മുട്ട പൊടിച്ച് കഴിക്കും. അതിൻ്റെ തോടും നമ്മളെല്ലാം ഇതിനെ പൊടിച്ച് കൊടുത്താൽ മതി, ഇത് കിളിക്കോളും. ഇതാണ് ഇതിൻ്റെ വളം. ഹലോ ഗൈസ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗൈസ്, എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടനും ഞാനും എല്ലാവരും കൂടെ ചെയ്ത് ഈ ചട്ടയിൽ ഹലോ ഗൈസ്,
ഗൈസ്, ഇത് കൊള്ളാവോ ഗൈസ്? ഇത് ഞങ്ങൾ ചെയ്തതാണ് ആദ്യമേ. ഇത് സക്സസ് ആവോ ഇല്ലയോന്ന് ഞങ്ങൾ നോക്കാനാണ് ഞങ്ങൾ പെയിൻ്റ് ഒന്നും അടിക്കാതെ ചുമ്മാതെ എടുക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഈ പൂവില്ലേ, അത് ഞങ്ങൾ സക്സസ് ആക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ആ ചട്ടിയുടെ കാര്യം, അതുപോലെ ഞങ്ങൾ തൂക്കി ഇട്ടത്. ഇത് കൊള്ളാവോ? ഇത് കണ്ടോ, ഈ കുപ്പി കഴിഞ്ഞ് ഇതിലോട്ട് കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് ഐസ്ക്രീം ബോൾ മണ്ണ് കറച്ചിട്ട് അതിനകത്ത് 10 മണി നട്ടേക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇത് കണ്ടോ, ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഈ വേരെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബിയർ കുപ്പിക്കകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് മുക്കി വെക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അപ്പുറത്തുള്ള ഈ ടിൻഡിന്ന് സൗണ്ട് കേൾക്കുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ അമർത്തണം, അല്ലെങ്കിൽ അതിന് വിഷമമാവും കേട്ടോ. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സ്വാഗതം.